ഇവിടെ ഈ പറയുന്നത് മുഴുവൻ നമ്മൾ എടുക്കേണ്ടി വരും എപ്പോൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എക്സ് മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ ഇല്ലായതെന്ന് വിചാരിക്കാം. ഈ പറയുന്നതെല്ലാം നാട്ടുകാർ ഇങ്ങനെ വിഴുങ്ങി നടക്കുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് അത് നടക്കില്ല. ആഗോളതലത്തിൽ തന്നെ ഇത് വരുന്നതിൻ്റെ കാരണം എന്താണ്? ഈ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ പെർസിക്യൂഷൻ അടക്കം ഇപ്പോൾ എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക അവർ വെബ്സൈറ്റിൽ ഒരു പോർഷനുണ്ട്, പെർസിക്യൂഷൻ ട്രാക്കർ എന്നാണ് അതിൻ്റെ പേര്. എന്ന് വെച്ചാൽ ലോകത്തെ എവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കും ഇസ്ലാമിൻ്റെ നിയമത്തിൻ്റെ പേരിൽ പെർസിക്യൂഷൻ നേരിട്ട് അത് അവിടെ റിപ്പോർട്ട് ചെയ്യും. നമ്മളുടെ ചേകന്നൂർ മൗലവിയും അതുപോലെ അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ഒക്കെ ആ ലിസ്റ്റിലുണ്ട്. ലോകത്ത് പല സ്ഥലത്തു നിന്നുള്ള പേരുകൾ ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ദിവസവുമാണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അതൊന്ന്. ഇനി രണ്ട്, ഒരു ടെററിസം ഇൻഡെക്സോ അല്ലെങ്കിൽ അതുപോലെയുള്ള കണക്കുകളോ നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് 10 ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഹിന്ദു ടെറർ ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിനകത്ത് നിങ്ങൾക്ക് ക്രിസ്ത്യൻ ടെറർ ഓർഗനൈസേഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിനകത്ത് ഈ 10 വളരെ പ്രോബ്ലമാറ്റിക് ആണ്. പ്രോബ്ലമാറ്റിക് അല്ല.